പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഡോഡ്ജിൻ്റെ വേരിയൻസ് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള പാട്ടാണ്. എൻ്റെ അടുത്ത് ഇപ്പം യൂസ്ഡ് കാർസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, ആ കാർ ഇത്ര പ്രൈസിന് കിട്ടാണ്ടല്ലോ, ഈ മോഡൽ ഇത്ര പ്രൈസിന് കിട്ടാണ്ടല്ലോ, എന്തുകൊണ്ട് ഈ വണ്ടിക്ക് പ്രൈസ് കൂടുതൽ? അപ്പം അതിൻ്റെ വേരിയൻസ് ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസും ഡിഫറൻസ് വരുന്നത്. ആക്ച്വലി ഡോഡ്ജിൽ എൻജിൻസ് നമ്മൾ 3 വേരിയൻസ് ആക്കി നിർത്താം. ലൈക്ക് 3.6 V6 എൻജിൻ, 5.7 V8 എൻജിൻ, 6.4 SRT എൻജിൻ. ഈ 3 എൻജിൻസ് എന്ന് പറഞ്ഞത് ഈ 3.6 എൻജിനിൽ തന്നെ SXT ഓപ്ഷനിലുണ്ട്, അതുപോലെ GT ഉണ്ട്. GT ആണ് അതിലെ ഫുൾ ഓപ്ഷൻ വരുന്നത്. SXT എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ്. ഓപ്ഷനിൽ എന്ന് പറഞ്ഞത് അതിന്റെ മിഡ് ആണ്. അതുപോലെ 5.7 തന്നെ നമുക്ക് TI എഡിഷൻ വരുന്നുണ്ട്. അത് V8 എൻജിനാണ്, അത് പവർഫുൾ ആണ്. അതിനാണ് എക്സോസ്റ്റ് സൗണ്ട് ഒക്കെ ഓൺ ബിൽഡായിട്ട് വരുന്നത്, അതായത് സ്റ്റോക്കിൽ വരുന്നത്. എക്സോസ്റ്റ് സൗണ്ട് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ 6.4 അതൊരു വേറെ തന്നെ ലോക. നമ്മൾ വിചാരിക്കുന്ന ഒരു നോർമൽ കാറല്ല. അതിൽ തന്നെ സ്കാറ്റ് പാക്ക് ഉണ്ട്, ജയിൽ ബ്രേക്കർ ഉണ്ട്, സൂപ്പർ സ്റ്റോക്ക് ഉണ്ട്, SRT ഉണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്ന, ഹൈപ്പ് എന്നല്ല, അത് ആക്ച്വലി ആ ഹൈപ്പ് അതിനുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ പെർഫോമൻസിൽ അത് നമുക്ക് കിട്ടും ചെയ്യും. ഡീമൺ 170 എന്ന് പറഞ്ഞ ഹെൽക്കാറ്റിൻ്റെ ഡീമൺ 170 എന്ന് പറഞ്ഞ മോഡലൊക്കെ അതൊക്കെ ഏറ്റവും ടോപ്പ് വേരിയൻസാണ്. അപ്പം ഡോഡ്ജ് എടുക്കുന്ന ഒരാൾ ഫസ്റ്റ് ഡോഡ്ജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. എന്താണ് ഡോഡ്ജ്, എന്താണ് ഡോഡ്ജിൻ്റെ വേരിയൻസ്, നമ്മളുടെ ഡ്രൈവിംഗ് എങ്ങനെയാണ് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ കാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതാ എടുക്കേണ്ട മോഡൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ എന്താ പറയുക ഡെയിലി റൂട്ടീൻസും നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ വണ്ടി സെലക്ട്